കരിയാമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അരിമുള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. കരിയാമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അരിമുള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ശേഷം ഒരു 7-7:15 സമയത്താണ് റോട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ബന്ധം. ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ കാലിൻ്റെ ആ ചളിയോട് കൂടിയുള്ളത് കാണുന്നുണ്ട്. ഉണങ്ങിയിട്ട് പോലും അപ്പം കാണുന്നത് 7-7:15. അപ്പം തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തിലൊക്കെ വിവരം അറിയിച്ചു. ഒരു കടുവയുടെ സഞ്ചാരം ഈ പ്രദേശത്ത് കൂടെ 2 തവണയാണ് ഇവിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇന്നലെയുമായിട്ട് രാത്രി 2 തവണ ഈ റോഡ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. തൊഴിലുറപ്പുകാർ, തോട്ടത്തിൽ കാപ്പിയുടെ കവാത്തെടുക്കുന്ന ജോലിക്കാർ, സാധാ കൂലിപ്പണിക്കാർ ഒക്കെ വളരെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു പണിയും നടക്കുന്നില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. ഇവിടെ കണിയാമ്പറ്റ പഞ്ചായത്തിൽപ്പെട്ട കാര്യമ്പാടിക്കടുത്തുള്ള അരിമുള, പാലക്കാമൂല, ഒരപ്പുവയൽ എന്നീ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതലും കടുവയുടെ കാൽപ്പാടുകളാണ് കണ്ടിരിക്കുന്നത്. ഒരു റോട്ടിൽ നല്ല വ്യക്തമായിട്ട് കടുവയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഒരാൾ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഞാനിപ്പോൾ അരിമുള എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കണിയാമ്പറ്റ എന്ന് പറയുന്നത് വയനാടിൻ്റെ സെൻറ്ററായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അവിടെ ഇത്തരത്തിൽ കടുവയെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ ഭീതി പരത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് അരിമുള എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഇതൊരു റോഡാണ്, കാര്യമ്പാടിക്ക് പോകുന്ന റോഡാണ്. അതായത് കേണിച്ചിറ കാര്യമ്പാടി റോഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ റോഡിലൊക്കെ കുറേ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇതെല്ലാം കടുവയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ കാൽപ്പാട് കണ്ടതിനെ തുടർന്ന് ചോക്കെടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഒരു മെയിൻ റോഡാണിത്. കംപ്ലീറ്റ് കടുവയുടെ കാൽപ്പാടാണ് കേട്ടോ. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. കടുവ ഒന്നിലധികം തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ കാണുന്നത്. ഉണ്ടോ, അങ്ങനെ പോയി ഇതാ ഇങ്ങോട്ടേക്ക് ഇതാ ഇവിടെ ഒരു കാൽപ്പാട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് ചാടി ഇങ്ങനെയാണ് പോയേക്കുന്നത് കേട്ടോ. ഇതൊരു കാപ്പിത്തോട്ടമാണ്, ഇതൊരു മെയിൻ റോഡാണ്. ഇതിലെങ്ങനെ ചാടിപ്പോയിക്കുന്നു അല്ലേ? ഇങ്ങോട്ടാണ് പോയേക്കുന്നത്, നടന്നു പോയിക്കുന്നു. വില തന്നെ 14 സെൻറ്റിമീറ്റർ ഉണ്ട്. ഒരു വലുപ്പമുണ്ട്. ഇതിലൊക്കെ നടന്നിരിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഇവിടെയും ഒരു കാപ്പിത്തോട്ടമാണ്. ഈ തോട്ടത്തിൽ നിന്നാണ് ഇറങ്ങി ഇങ്ങോട്ട് പോയിരിക്കുന്നത് കേട്ടോ. രണ്ട് സെക്ഷൻ കാൽപ്പാടുണ്ട് കേട്ടോ. ഒരു കാൽപ്പാട് ഇവിടുന്ന് അങ്ങോട്ടും, ഒരു ഇവിടുന്ന് ഇങ്ങനെ പോയിക്കുന്നത്. രണ്ടും ഒരേ കടുവയാണോ വ്യത്യസ്തമായ കടുവയാണെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ഏതായാലും ഇങ്ങനെ 2 സെറ്റ് കാൽപ്പാട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ കാൽപ്പാട് ആദ്യം കണ്ട ആളാണിത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മനോജാണ്. ഈ സ്ഥലം അരിമുള. ഇതേതാ പഞ്ചായത്ത്? കണിയാമ്പറ്റ പഞ്ചായത്താണ്. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴായി സംഭവം? ഇന്നലെ ഒരു വൈകുന്നേരം മഴയ്ക്ക് ശേഷം ഒരു 7-7:15 സമയത്താണ് റോട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ബന്ധം. ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ കാലിൻ്റെ ആ ചളിയോട് കൂടിയുള്ളത് കാണുന്നുണ്ട്. ഉണങ്ങിയിട്ട് പോലും അപ്പം കാണുന്നത് 7-7:15. അപ്പം തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തിലൊക്കെ വിവരം അറിയിച്ചു. വൈകുന്നേരം പോലീസ്, അതിനുശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിരുന്നു. അതിനുശേഷം അവർ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇവിടെ അടുത്ത് എവിടെയാണ് ഫോറസ്റ്റ് ഉണ്ടോ? ഫോറസ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ നെയ്ക്കുപ്പ അങ്ങോട്ടൊക്കെ ഉള്ളൂ ഫോറസ്റ്റ്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഇല്ല. അതെന്തായാലും എത്ര ദൂരം ഉണ്ട് ഇവിടെ? ഇവിടെ നെയ്ക്കുപ്പയ്ക്ക് എത്ര ദൂരം? സുമാർ ഒരു 10-40 കിലോമീറ്റർ കാണും തോന്നുന്നുണ്ട്. ഇത്രയുണ്ട്.
അപ്പോൾ ഇത്രയും ഇവിടെ ഈ പ്രദേശം ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല വയനാടിൻ്റെ ഒരു സെൻട്രൽ ഭാഗമാണ് ഈ അരിമുള കാര്യമ്പാടി റോഡ് എന്ന് വെച്ചാൽ അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ലാത്തൊരു പ്രദേശം. ഫോറസ്റ്റ് ഇല്ലാത്തൊരു പ്രദേശമാണ്. ഇതിനൊരു 6-7 വർഷം മുമ്പ് കാട്ടാനകൾ വന്നിരുന്നു, 5 കാട്ടാനകൾ വന്നിരുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഇതാണ്. പിന്നെ പന്നിയും ഇതൊക്കെ ഉണ്ട് ശല്യം. എന്നാലും അപ്പോൾ ഇത് 2 കാൽപ്പാട് കാണുന്നുണ്ടല്ലോ, 2 സെക്ഷൻ. രണ്ടും അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. ഒന്ന് തിങ്കളാഴ്ച രാത്രിയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഇത് ഇന്നലെയാണ്, തിങ്കളാഴ്ച നിങ്ങൾ കണ്ടിരുന്നത്. കാൽപ്പാട് കണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നലെയും മഴയ്ക്ക് ശേഷം നോക്കിയപ്പോൾ കാൽപ്പാട് ഇന്നലെ ഇറങ്ങിപ്പോയതും കണ്ടു. ഇന്നലെയും കാണും. ഈ സാധനം ഈ പരിസരത്തുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ തെരഞ്ഞു പോയി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ കൂടി തെരഞ്ഞു നോക്കി. പടരിക്കുന്ന് വരെ പോയി നോക്കി. അവിടെ കണ്ട് അവിടെ നിന്ന് പിന്നെ കാണുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ തിരിച്ചു വന്ന പോലെയാണ് കാണുന്നത്. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ. 2 ദിവസം ഒരേപോലെ ഒരേ സ്ഥലത്ത് കാണെങ്കിൽ ഈ പ്രദേശത്ത് എവിടെയും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് ഇത് കാണാൻ പറ്റുക, അല്ലെങ്കിൽ അതുപോലും കാണാൻ അറിയുപോലും ഇല്ല. പിന്നെ പശു വളർത്തലും ഇതൊക്കെ ആയതുകൊണ്ട് ജനങ്ങളാകെ രീതിയിലാണ്. ഇന്നാൾ ഈ അടുത്ത് എവിടെയോ ഏതൊരു പ്രദേശത്ത് ഒരാൾ ഒരു കടുവയെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കണിയാമറ്റ പഞ്ചായത്തിൽ തന്നെ ഒരാൾ കണ്ടിട്ടില്ല. ചീക്ക് ഇവിടെ പച്ചിലക്കാട് വശത്ത് ചീക്ക് പഠിക്കമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ട് ഡ്രോൺ ഉപയോഗിച്ച് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു അതിനെ. പിന്നെ പനമര അവിടെ ഉണ്ടായിരുന്നു, ഓടക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു അതൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളായിരുന്നു, പനമര ഏരിയ അവിടെ. പിന്നെ ഇപ്പം എന്താ അവർ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? ക്യാമറ വെച്ചിട്ടുണ്ട്, 2 ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഈ ഭാഗത്തായിട്ട് മൊത്തം വീട്, ഈ ഭാഗത്തേക്ക് വീടുകൾ ഇല്ലല്ലോ, വീടുകളില്ല. ഇവിടെ ഒക്കെ തോട്ടങ്ങളാണ്. ഇത് തന്നെ വീടുള്ളൂ. എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ കുറെ അങ്ങോട്ട് പോയിട്ട് വീടുകളുള്ളത്. പൊറോട്ടൊക്കെ തോട്ടങ്ങളാണ്. ഇവിടെ ഒരു 10-30 ഏക്കർ തോട്ടങ്ങളാണ്. ഈ പറമ്പിൽ എവിടെയെങ്കിലും കണ്ടോ കാൽപ്പാടുകൾ? പറമ്പിലുണ്ടായിരുന്നു കാൽപ്പാട്. അതൊന്നും ജസ്റ്റ് കാണിച്ചു തരാം. പറമ്പിൽ കാൽപ്പാടുണ്ട്, നമുക്ക് അതൊന്നും കൂടി കാണാം കേട്ടോ. സന്തോഷ് കാൽപ്പാട് കേട്ടോ. ഇവിടെ 2 സെക്ഷനായിട്ടാണ്. ഇതില്ല. ഇവിടെ ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ട് തോട്ടത്തിലേക്ക് ഉണ്ട്. ഇങ്ങനെ കാൽപ്പാടുണ്ട്. കാൽപ്പാടുണ്ട് അല്ലേ? കാൽപ്പാടുണ്ട്. ക്യാമറ വെച്ച് വരെ വേണമെങ്കിൽ നോക്കി പോയി. ഇതിലെ വരി ഇതിലെ തന്നെ കടന്ന്. ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കാൽപ്പാട് ഇവിടെയൊന്നും കാൽപ്പാടുകൾ ജനങ്ങൾ നടന്നു നോക്കിയിട്ടേ മൊത്തം പോയില്ലേ? മൊത്തം ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ല ഇറങ്ങി വന്നേക്കതല്ലേ? മേലെ നിന്ന് ഇറങ്ങി വരിക ചെയ്തേ. പോയി കാണും. വിനു കരണി എവിടെ വരെ എത്തി? തിരിച്ചു വന്നിട്ടുണ്ടോ? എങ്ങോട്ട്? നീ ക്യാമറ തിരിച്ചു കേട്ടെന്ന് അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഈ പാലക്കമൂലയുടെ പുത്തൻവീട് എസ്റ്റേറ്റ്, പുങ്ങണത്തൊടി, അരിമുള, പെടാരിക്കുന്ന് ഭാഗത്ത് ഭീതി പടർത്തിക്കൊണ്ട് ഒരു കടുവയുടെ സഞ്ചാരം ഈ പ്രദേശത്ത് കൂടെ 2 തവണയാണ് ഇവിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇന്നലെയുമായിട്ട് രാത്രി 2 തവണ ഈ റോഡ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ചവിട്ടുപാടുകളാണ് ഈ കാണുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരും ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഈ നേരം വരെ പിന്നെ കടുവയെ മുഴുവൻ തോട്ടങ്ങളിലും പരിശോധന നടത്തി. പക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ CC ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിയിലാണ്. കാരണം കാർഷിക മേഖലയാണ്, എല്ലാ വിളകളുടെയും നടീൽ സമയമാണ്. ഇഞ്ചി, ചേന, വാഴ ഉൾപ്പെടെയുള്ള എല്ലാ നടീൽ
വസ്തുക്കളും ഈ സമയത്താണുള്ളത്. ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ രാത്രി ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് തുടങ്ങും, ജാഗ്രതാ നിർദ്ദേശം വെച്ചുകൊണ്ടുള്ള. ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം. ഒരപ്പുവയൽ പലക്കുമല ഭാഗത്തൊരാൾ നേരിട്ട് ഇതിനെ കണ്ടിരുന്നു 4 ദിവസം മുമ്പ്. പക്ഷേ അതിനുശേഷം സഞ്ചാരപാതകളിൽ തോട്ടങ്ങളിൽ മുഴുവൻ കയറി ഇറങ്ങിപ്പോയ ചവിട്ടുപാടുകൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിലും ആളുകളെ ഉപദ്രവിക്കുകയോ ആളുകൾ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് ക്ഷീരമേഖലയായതുകൊണ്ട് ക്ഷീരകർഷകർ ഒട്ടേറെ ആളുകളുണ്ട്. അപ്പോൾ ആ ക്ഷീരകർഷകരായ ആളുകളെ തൊഴുത്തിന് സമീപത്ത് കൂടെ പോയിട്ട് പോലും കടുവ അതുങ്ങളെ അതിനെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പം പ്രധാനമായിട്ടും പുത്തൻവീട് 400 ഏക്കറോളം വരുന്ന എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത് പുറപ്പെടുകയും തിരിച്ചങ്ങോട്ട് പോയി എന്നുള്ള അനുമാനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ. ഏതായാലും ജനങ്ങളുടെ ഭീതി അകറ്റുന്ന തരത്തിൽ എല്ലാവരും ജാഗ്രത ആണ് പാലിക്കുന്നത്. ഫോറസ്റ്റുകാർ പറയുന്ന രാത്രിയൊക്കെ നൈറ്റ് പട്രോളിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഈ നേരം വരെ പോലീസും ഫോറസ്റ്റുമൊക്കെ സമഗ്രമായ ഈ പ്രദേശങ്ങളിൽ ഒരു ജാഗ്രതയുള്ള തെരച്ചിലൊക്കെ നടത്തി. പക്ഷേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പോയ വഴികളിൽ കടവ് പോയ സഞ്ചാരപാതകളിൽ ചവിട്ടുപടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എവിടെയുണ്ടെന്ന് ഇപ്പോൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ധാരാളം ഇന്നിപ്പോൾ മധ്യവേനൽ അവധിയാണല്ലോ, കുട്ടികൾക്കൊക്കെ അവധിക്കാലമായതുകൊണ്ട് കുട്ടികൾ രാവിലെയും വൈകുന്നേരമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കളിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ രക്ഷിതാക്കൾക്കൊന്നും ഈ വേണ്ട നിർദ്ദേശം ഇപ്പോൾ TV ചാനലുകളിലൊക്കെ കിട്ടിയെന്നല്ലാതെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിജ്ഞാപനം, അറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പൊതുവായിട്ടൊരു നിർദ്ദേശം കൊടുക്കണം. അതുപോലെ ഇപ്പം 2-3 ദിവസമായിട്ട് ഈ മേഖലയിൽ തൊഴിലാളികൾക്കൊന്നും തൊഴിലില്ല. എല്ലാവർക്കും ജോലിക്ക് പോകാൻ പേടിയാണ്. എല്ലാവർക്കും തൊഴിലിന് പോകാൻ പേടിയാണ്. തൊഴിലുറപ്പുകാർ, തോട്ടത്തിൽ കാപ്പിയുടെ കവാത്തെടുക്കുന്ന ജോലിക്കാർ, സാധാ കൂലിപ്പണിക്കാർ ഒക്കെ വളരെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു പണിയും നടക്കുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടാനുള്ള ഒരു കാര്യം ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ. ഈ ഭാഗത്തും ചെറിയ വടികുത്തി വെച്ചുണ്ടോ കാണാം. ഇതായിരിക്കും അല്ലേ? അല്ല, വടികുത്തിൻ്റെ അടുത്ത് തന്നെ, അവിടെ തന്നെ. അതന്നെ വടികുത്തി സ്ഥലം തന്നെയാണ്. വടികുത്തി ഇപ്പുറത്തെ ആ ചപ്പ് അവിടെ തന്നെ, ആ ചപ്പുണ്ട് അവിടെ തന്നെ. അത് തന്നെ. അതെ തന്നെ. ഇതല്ലല്ലോ, ചപ്പിൻ്റെ മേലെ ചവിട്ടി കിടന്നെ. മേലെ ചവിട്ടി പോയേ കിട്ടൂല. ഇനി അങ്ങോട്ട് നോക്കണം. ഇതോ അതും അതിൽപ്പെട്ടതാ അല്ലേ? അതും അതിൽപ്പെട്ട. അതായിരിക്കും ചാടിയത്. ഇവിടുന്ന് അങ്ങോട്ട് ചാടിയത്. ശരി, താഴ്ന്നിരിക്കുന്നതാ. ഇനി മൊബൈൽ എടുത്തത് വേണോ? ഒരു കാലം വെച്ചതിന് മേലെ മറ്റേ കാലം വെച്ചോളൂ. മറ്റും ജോലിക്ക് പോകുന്നവർ, രാത്രി സമയം വീട്ടിൽ നിന്നും ഒറ്റക്ക് പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. കടിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ജാഗ്രത മുന്നറിയിപ്പ്. കടിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ അരിമുള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. കടിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ജാഗ്രത മുന്നറിയിപ്പ്. കടിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ അരിമുള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അരിമുള അംഗൻവാടി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതിനെ തുടർന്ന് പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതല്ല. കടിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ അരിമുള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായി. അപ്പോൾ നമ്മളങ്ങനെ അരിമുള എന്ന് പറയുന്ന പ്രദേശത്ത് ആ റോഡിൽ കണ്ട കാൽപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടു. ആ കാൽപ്പാട് ആദ്യമായി കണ്ട മനോജേട്ടൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഫോറസ്റ്റ് പോലും അടുത്തൊന്നും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു കടുവയെ കാണുക എന്ന് പറയുന്നത് തികച്ചും ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആളുകളൊക്കെ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് ക്ഷീരമേഖലയും അതുപോലെ തന്നെ തോട്ടം മേഖലയൊക്കെയാണ്. അപ്പോൾ ആളുകളൊക്കെ പണിക്കൊക്കെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കടുവയുടെ കാര്യത്തിൽ ഇതിനെ കുടിവെച്ച് പിടികൂടുകയോ എന്തെങ്കിലും ചെയ്ത് ഇവരുടെ സ്വൈര്യജീവിതം തിരിച്ചു തരണം എന്നുള്ളതൊക്കെയാണ് ആളുകളൊക്കെ സംസാരിക്കുന്നത്. നമുക്കധികം ആളുകളുമായിട്ടൊന്നും സംസാരിക്കാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് എല്ലാവരും ജോലിക്ക് പോയൊരു സമയത്താണ് ഞാനിവിടെ വന്നത് എന്നുള്ളതുകൊണ്ട്
ഏതായാലും നമ്മൾ ആ പ്രദേശത്ത് നമ്മൾ കണ്ട കുറച്ച് ആളുകളുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഏതായാലും നമ്മൾ ആ കാൽപ്പാടുമൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടു. നല്ല വലിപ്പമുള്ള കാൽപ്പാട് തന്നെയാണ്. നേരെ ഇറങ്ങി ഒരു കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി നേരെ റോഡ് ക്രോസ് ചെയ്ത് അടുത്ത കാപ്പിത്തോട്ടത്തിലേക്ക് താഴേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. അങ്ങനെ 2 ദിവസം ആ ഒരു വഴി കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സമയത്ത് കണ്ട കാൽപ്പാടാണ്, ഒരു 3 ദിവസത്തെ വ്യത്യാസത്തിൽ. ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിലായിരിക്കും അറിയുന്നത്. നമ്മൾ കടുവയെ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ആളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല, അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.